ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻ 5.2 കോമ്പിനേഷൻസ് ഓഫ് കണ്ടിന്യൂസ് ഫങ്ഷൻസ്. തിയറം 5.2.1. Let A is a subset of R, let F and G be functions on A to R, and let B belongs to R. Suppose that C belongs to A and that F and G are continuous at C, then F plus G, F minus G, Fg and Bf are continuous at C. If H from A to R is continuous at C belongs to A, and if H of x not equal to 0 for all x belongs to A, then the quotient F by H is continuous at C. ഇവിടെ പറയുന്നത് എഫും ജിയും രണ്ട് ഫങ്ഷൻസ് എയിൽ നിന്ന് ആറിലേക്ക് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ബി എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പറാണ്. സി എന്ന് പറയുന്നത് ഡൊമൈൻ സെറ്റിലൊരു പോയിന്റ് ആണ്. ഈ പോയിന്റിൽ എഫും ജിയും എന്താണ്, കണ്ടിന്യൂസ് ആണ്. അങ്ങനെയെങ്കിൽ അവരുടെ സം, ഡിഫറൻസ്, പ്രൊഡക്റ്റ് ആൻഡ് സ്കേലാർ മൾട്ടിപ്പിൾസ് എല്ലാതും സി എന്ന് പറയുന്ന പോയിന്റിൽ എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി എച്ച് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എഫും ജിയുടെ സെയിം ഡൊമൈൻ സെറ്റിൽ തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഈ ഫംഗ്ഷനും സി എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണ്. ഒപ്പം തന്നെ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ നോൺ സീറോ ആണ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എയിൽ. അങ്ങനെയെങ്കിൽ എഫ് ബൈ എച്ച് എന്ന് പറയുന്ന കോഷ്യൻ ഫംഗ്ഷനും സി എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണ്. നെക്സ്റ്റ് തിയറം 5.2.2. Let A is a subset of R, let F and G be continuous on A to R, and let B belongs to R. The functions f plus g, f minus g, fg and bf are continuous on A. If h from A to R is continuous on A and h of x not equal to 0 for all x belongs to A, then the quotient f by h is continuous on A. നേരത്തെ പറഞ്ഞത് എഫും ജിയും ഡൊമൈൻ സെറ്റിൽ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആവുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇവിടെ നമ്മൾ പറയുന്നത് എഫും ജിയും ഡൊമൈൻ സെറ്റിൽ ഫുള്ളായിട്ട് കണ്ടിന്യൂസ് ആണ്. അങ്ങനെയെങ്കിൽ അവരുടെ സമ്മും ഡിഫറൻസും പ്രൊഡക്റ്റും സ്കേലാർ മൾട്ടിപ്പിളും ഡൊമൈൻ സെറ്റിൽ കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി എച്ച് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എയിൽ നിന്ന് ആറിലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഈ ഫംഗ്ഷനും സെറ്റ് എയിൽ എന്താണ്, കണ്ടിന്യൂസ് ആണ്. ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷൻ വാല്യൂസ് ആർ നോൺ സീറോ. ദെൻ ദി കോഷ്യൻ ഫംഗ്ഷൻ എഫ് ബൈ എച്ച് എന്ന് പറയുന്നതും കണ്ടിന്യൂസ് ഓൺ എ ആയിരിക്കും. നെക്സ്റ്റ് ഈസ് എക്സാമ്പിൾസ്. ഫസ്റ്റ് വൺ, പോളിനോമിയൽ ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ് ഓൺ ആർ. Let p of x and q of x be polynomials, then there are at most a finite number alpha 1, alpha 2, alpha m of real roots of q. We can define the rational function r by r of x equal to p of x by q of x for x does not belongs to alpha 1, alpha 2, etc. alpha m. A rational function is continuous at every real number for which it is ഡിഫൈൻഡ്. ഇവിടെ പറയുന്നത് റാഷണൽ ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പി ഓഫ് എക്സ് ബൈ ക്യൂ ഓഫ് എക്സ് ആണ്. രണ്ടും എന്താണ്, പോളിനോമിയൽസ് ആണ്. ഇനി ക്യൂ ഓഫ് എക്സിന് അറ്റ്മോസ്റ്റ് ഫൈനൈറ്റ് നമ്പർ ഓഫ് റിയൽ റൂട്ട്സ് ഉണ്ട്. ഇവിടെ എടുക്കുന്ന എക്സിൻ്റെ വാല്യൂ ഏത് സെറ്റിൽ വരില്ല, ഈ റിയൽ റൂട്ട്സിൻ്റെ സെറ്റിൽ നിന്ന് വരുന്നില്ല. ഈ വാല്യൂസ് ഒന്നും എക്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നില്ല. ദെൻ ആർ ഓഫ് എക്സ് അങ്ങനെ ഏതൊക്കെ പോയിന്റ്സിലാണോ ഡിഫൈൻഡ് ആയിരിക്കുന്നത് ആ പോയിന്റ്സിലൊക്കെ ആർ ഓഫ് എക്സ് എന്ത് തന്നെയാണ്, കണ്ടിന്യൂസ് ആണ്. അതായത് ആർ ഓഫ് എക്സ് ക്യൂ ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആയിട്ടുള്ള എല്ലാ പോയിന്റ്സിലും എന്താണ്, ഡിഫൈൻഡ് ആണ്. അങ്ങനെയുള്ളൊരു ഡൊമൈൻ സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ആ ഡൊമൈൻ സെറ്റിൽ ഫംഗ്ഷൻ എന്ത് തന്നെയായിരിക്കും, കണ്ടിന്യൂസ് തന്നെയായിരിക്കും. ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് എഫ് ഈസ് കണ്ടിന്യൂസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് പ്രൂവ് ചെയ്യാവുന്നതാണ്. Next is the trigonometric functions. Sine and cosine functions are continuous on real numbers. We have mod sin z less than or equal to mod z and mod cos z less than or equal to 1. ഇത് രണ്ട് റിസൾട്ട് നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ളതാണ്. Then consider sin x minus sin y equal to 2 cos x plus y by 2 into sin x minus y by 2. Take modulus on both sides. We get mod sin x minus sin y equal to 2 into mod cos x plus y by 2 into mod sin x minus y by 2. Then ഈ റിസൾട്ട് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഇൻറ്റു
കോസിൻ്റെ 1 വരും ഇൻറ്റു സൈൻ്റെ മോഡ് എക്സ് മൈനസ് വൈ ബൈ 2 എന്ന് വരും. 2 ക്യാൻസൽ വിച്ച് ഈസ് ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് വൈ. അപ്പോൾ മോഡ് സൈൻ എക്സ് മൈനസ് സൈൻ വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ്ലെസ് എക്സ് മൈനസ് വൈ എന്ന് കിട്ടി. ഫോർ ചെക്കിംഗ് കണ്ടിന്യൂറ്റി ടേക്ക് എപ്സിലോൺ ഈക്വൽ ടു ഡെൽറ്റ. Then at any point C, mod sin x minus sin c less than or equal to mod x minus c. Okay, ഈ mod x minus c less than എന്തായിരിക്കും? ഡെൽറ്റ ആണെങ്കിൽ mod sin x minus sin c less than ഡെൽറ്റ തന്നെയായിരിക്കും. ഈ ഡെൽറ്റയും എപ്സിലോൺ എന്താണ് ഇവിടെ? സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയും? thus mod sin x minus sin c less than or equal to epsilon whenever mod x minus c less than or equal to ഡെൽറ്റ. എന്ത് കിട്ടി? സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ സി എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് കൊസൈൻ ഫംഗ്ഷനും ആറിൽ കണ്ടിന്യൂസ് ആണെന്ന് കാണിക്കാം. നെക്സ്റ്റ് ഈസ് ദ ഫംഗ്ഷൻസ് ടാൻ, കോട്ട്, സീക്, കൊസീക് ആർ കണ്ടിന്യൂസ് where they are defined. For example, the cotangent function is defined by cos x by sin x equal to cot x. Provided sin x not equal to 0, that is provided x not equal to n pi where n is set of all integers എന്നാണ് വരുന്നത്. Since sin and cos are continuous on real numbers, it follows that the function cot is continuous on its domain. ഓക്കെ, ഇവിടെ ടാനും കോട്ടും സീക്കും കൊസീക്കും ഏതൊക്കെ പോയിന്റ്സിലാണോ ഡിഫൈൻഡ് ആയിരിക്കുന്നത് ആ പോയിന്റ്സിലൊക്കെ ഫംഗ്ഷൻ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ അവർ കോട്ടാൻജൻറ്റിനെ കാണിച്ചിട്ടുണ്ട്. കോട്ട് എക്സിനെ എങ്ങനെ എഴുതാം? കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് എഴുതാം. ഇവിടെ എക്സിൻ്റെ വാല്യൂസ് എന്താവുന്നില്ല? എൻ പൈ ആവുന്നില്ല. കാരണം എൻ പൈയിൽ സൈൻ എക്സ് എന്ന് പറയുന്നത് 0 ആവും. ആ പോയിന്റിൽ എന്താവില്ല? ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിരിക്കില്ല. അപ്പോൾ ഈ കോട്ടെക്സ് ഏതൊക്കെ പോയിന്റ്സിൽ ഡിഫൈൻഡ് ആണോ ആ പോയിന്റ് സെറ്റിൽ ഒക്കെ ആ ഡൊമൈൻ സെറ്റിൽ എന്തായിരിക്കും? ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. ഈ സിമിലർ വേയിൽ നമുക്ക് ബാക്കിയുള്ള ഫംഗ്ഷൻസും എന്ത് ചെയ്യാം? കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാം. ഇതേപോലെ തന്നെ ചെയ്താൽ മതി. നെക്സ്റ്റ് ഈസ് തിയറം 5.2.4. Let A is a subset of R, let f from A to R and let mod f be defined by mod f of x equal to modulus of f of x for x belongs to A. If f is continuous at a point C belongs to A, then mod f is continuous at C. If f is continuous on A, then mod f is continuous on A. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? എഫ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് ആറിലേക്ക് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. മോഡ് എഫ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? മോഡ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ്. നമുക്ക് കിട്ടുന്ന ഫംഗ്ഷൻ വാല്യൂവിൻ്റെ മോഡുലസ് വാല്യൂ. ഇനി എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ സിയിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ മോഡ് എഫും സിയിൽ കണ്ടിന്യൂസ് ആയിരിക്കും. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡൊമൈൻ സെറ്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ മോഡ് എഫും ഡൊമൈൻ സെറ്റിൽ കണ്ടിന്യൂസ് ആയിരിക്കും. നെക്സ്റ്റ് ഈസ് തിയറം 5.2.5. Let A is a subset of R, let f from A to R and let f of x greater than or equal to 0 for all x belongs to A. We let root f be defined for x belongs to A by root f of x equal to root of f of x. If f is continuous at a point C belongs to A, then root f is continuous at C. If f is continuous on A, then root f is continuous on A. എന്താ ഇവിടെ പറയുന്നത്? എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എയിൽ നിന്ന് ആറിലേക്ക് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫംഗ്ഷൻ വാല്യൂസ് എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എ. ദെൻ ഇവിടെ നമ്മൾ റൂട്ട് എഫ് ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. റൂട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ്. ഇനി എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ സി എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ റൂട്ട് എഫും സി എന്ന് പറയുന്ന പോയിന്റിൽ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആണ്. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡൊമൈൻ സെറ്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ റൂട്ട് എഫും ഡൊമൈൻ സെറ്റിൽ കണ്ടിന്യൂസ് ആയിരിക്കും. നെക്സ്റ്റ് ഈസ് കോമ്പോസിഷൻ ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ്. തിയറം 5.2.6. Let A, B is a subset of R and let f from A to R and g from B to R be functions such that f of A is a subset of B.
if f is continuous at a point c belongs to a and g is continuous at b equal to f of c belongs to b, then the composition G composition f from a to r is continuous at c. ഇവിടെ പറയുന്നത് എഫും ജി എന്ന് പറയുന്ന രണ്ട് ഫങ്ഷൻസ് എഫ് എയിൽ നിന്ന് ആറിലേക്കും ജി ബിയിൽ നിന്ന് ആറിലേക്കും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എഫിൻ്റെ റേഞ്ച് സെറ്റ് ജിയുടെ ഡൊമൈൻ സെറ്റിൻ്റെ സബ്സെറ്റ് ആണ്. ഇനി എഫ് എന്ന് പറയുന്ന ഫങ്ഷൻ സി എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണ്. ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ബി ഈക്വൽ ടു എഫ് ഓഫ് സി എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണ്. അങ്ങനെയെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് ഫ്രം എ ടു ആർ എന്ന് പറയുന്ന ഫംഗ്ഷൻ സി എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണ്. ഓക്കെ, പ്രൂഫ് നമുക്ക് നോക്കാം. ലെറ്റ് ഡബ്ല്യു ബി ആൻ ആപ്സിലോൺ നൈബർഹുഡ് ഓഫ് ജി ഓഫ് ബി. സിൻസ് ജി ഈസ് കണ്ടിന്യൂസ് അറ്റ് ബി, there is a delta neighborhood v of b equal to f of c such that if y belongs to b intersection b, then g of y belongs to w. എന്താണ് ഇവിടെ പറയുന്നത്? ജി നമുക്ക് എന്താണ് തന്നിട്ടുണ്ട്? കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ് ബി ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ബൈ കണ്ടിന്യൂറ്റിയുടെ ബേസിക് ഡെഫിനിഷൻ പ്രകാരം നമുക്ക് എന്ത് പറയാം? ജി ഓഫ് ബിയുടെ ഏതൊരു എപ്സിലോൺ നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാലും there exists a delta neighborhood of b such that b intersection ആ ഡെൽറ്റ നൈബർഹുഡിലുള്ള എല്ലാ വൈകളുടെയും വാല്യൂസ് ജി ഓഫ് ബിയുടെ എപ്സിലോൺ നൈബർഹുഡിൻ്റെ ഉള്ളിലുണ്ടായിരിക്കും. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ജി ഓഫ് ബിയുടെ ഒരു എപ്സിലോൺ നൈബർഹുഡായ ഡബ്ല്യു ഞാൻ എടുക്കുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ നൈബർഹുഡ് വി ഓഫ് ബി നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഈ ഡെൽറ്റ നൈബർഹുഡ് വി ഇന്റർസെക്ഷൻ ഡൊമൈൻ സെറ്റ് ബിയിലെ എല്ലാ വൈകളുടെയും ഫംഗ്ഷൻ വാല്യൂസ് എവിടെ വരണം? എപ്സിലോൺ നൈബർഹുഡ് ഓഫ് ജി ഓഫ് ബിയിൽ വരണം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സിൻസ് എഫ് ഇസ് കണ്ടിന്യൂസ് അറ്റ് സി, നമുക്കിനി അടുത്ത് തന്നിരിക്കുന്നത് എഫ് സി എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്നാണ്. എഗൈൻ അവിടെയും നമ്മൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ എപ്സിലോൺ ഡെൽറ്റ കണ്ടീഷൻ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നോക്കാം, എഫ് ഓഫ് സിയുടെ എഫ് എന്ന് പറയുന്നത് സി എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്നാണ്. അപ്പോൾ എഫ് ഓഫ് സിയുടെ ഒരു നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നൈബർഹുഡ് സിയിൽ നമുക്ക് കിട്ടണം. ഓക്കെ, ഇവിടെ നമ്മൾ ഓൾറെഡി ജിയുടെയിൽ ഒരു ഡെൽറ്റ നൈബർഹുഡ് നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലേ? എഫ് ഓഫ് സിയുടെ ഒരു ഡെൽറ്റ നൈബർഹുഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ഫംഗ്ഷനിൽ ഏതൊരു എപ്സിലോൺ നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഡെൽറ്റ നൈബർഹുഡ് കിട്ടണം എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എഫ് സി എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഈ ഡെൽറ്റ നൈബർഹുഡ് ഓഫ് എഫ് ഓഫ് സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്കൊരു ഗാമ നൈബർഹുഡ് യു ഓഫ് സി കിട്ടും. സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ഇന്റർസെക്ഷൻ യു, ദെൻ എഫ് ഓഫ് എക്സ് എവിടെ ഉണ്ടാവണം? എഫ് ഓഫ് സിയുടെ ഡെൽറ്റ നൈബർഹുഡിൽ ഉണ്ടായിരിക്കണം. അതെന്താണ്? വി ആണ്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു കാര്യം കൂടി തന്നിട്ടുണ്ട്. എഫ് ഓഫ് എ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് ബി ആണ്. സിൻസ് എഫ് ഓഫ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി, it follows that if x belongs to a intersection u, then f of x belongs to b intersection v. എന്താണ്? എക്സ് എന്ന് പറയുന്ന പോയിന്റ് എ ഇന്റർസെക്ഷൻ യുയിലുണ്ട്. എഫ് ഓഫ് എ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് ബി ആണല്ലോ. ഓക്കെ, ഇനി എക്സ് എന്ന് പറയുന്നത് എ ഇന്റർസെക്ഷൻ യുയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് എവിടെ ഉണ്ടാവും? ബിയിലുണ്ടായിരിക്കും, ഇന്റർസെക്ഷൻ വിയിലുണ്ടായിരിക്കും. അതെങ്ങനെ പറയാം? എക്സ് എ ഇന്റർസെക്ഷൻ യുയിലാണ്. എക്സ് എ ഇന്റർസെക്ഷൻ യുയിലുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് നമുക്ക് വിയിലുണ്ടെന്ന് അറിയാം. ഇതും എഫ് ഓഫ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. ഈ രണ്ട് കാര്യങ്ങളും ജോയിൻ ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന വാല്യൂ ബി ഇന്റർസെക്ഷൻ വിയിലുണ്ടായിരിക്കും. ഓക്കെ, സോ ദാറ്റ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ് വിച്ച് ബിലോങ്സ് ടു ഡബ്ല്യു. അതെങ്ങനെ വരും? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എവിടെയുണ്ട്? ബി ഇന്റർസെക്ഷൻ വിയിലുണ്ട്. ഓക്കെ, ഇനി ഇവരുടെ ജിയുടെ വാല്യൂസ് ജി ഓഫ് എഫ് ഓഫ് എക്സ് എവിടെയുണ്ടെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്? ഡബ്ല്യൂയിലുണ്ടെന്നാണ് കാണിക്കേണ്ടത്. അതിനിവിടെ നോക്കാം. ബി ഇന്റർസെക്ഷൻ ബിയിലെ ഏതൊരു വൈയും എടുത്തു കഴിഞ്ഞാലും അവരുടെ ഫംഗ്ഷൻ വാല്യൂ എവിടെ കിടക്കും? ഡബ്ല്യു എന്ന് പറയുന്ന സെറ്റിൽ കിടക്കും. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് എടുത്തിരിക്കുന്നത് എവിടെ തന്നെയാണ്? ബി ഇന്റർസെക്ഷൻ വിയിൽ തന്നെയാണ്. അപ്പോൾ ജി ഓഫ് എഫ് ഓഫ് എക്സ് എവിടെ കിടക്കണം? ഡബ്ല്യൂയിൽ കിടക്കണം.
അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ഡബ്ല്യു. But since W is an arbitrary epsilon neighborhood of G of B, this implies that G composition F is continuous at C. നമുക്കതിൻ്റെ ഫിഗർ നോക്കാം. ഇവിടെ നോക്കാം. G of B എന്ന് പറയുന്നത് ഡബ്ല്യൂവിലത്തെ ഒരു പോയിന്റ് ആണ്. ഓക്കെ, നമുക്ക് എന്തെന്നിട്ട് G എന്ന് പറയുന്ന ഫംഗ്ഷൻ B എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണ്. അങ്ങനെയെങ്കിൽ ജി ഓഫ് ബിയുടെ ഏതൊരു എപ്സിലോൺ നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഡെൽറ്റ നൈബർഹുഡ് ഓഫ് ബി എനിക്കിവിടെ ബി എന്ന് പറയുന്ന ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന ഡൊമൈൻ സെറ്റിൽ കിട്ടും. അതിൻ്റെ ഉള്ളിലെ എല്ലാവരുടെയും ബി ഇൻ്റർസെക്ഷൻ ആ ഡെൽറ്റ നൈബർഹുഡിൻ്റെ ഉള്ളിലെ എല്ലാ വൈകളുടെ വാല്യൂസും എടുത്തു കഴിഞ്ഞാൽ അവരുടെ ജി ഓഫ് വൈ എന്ന് പറയുന്നത് എവിടെ കിടക്കണം? ജി ഓഫ് ബി ഡി എപ്സിലോൺ നൈബർഹുഡിൻ്റെ ഉള്ളിൽ കിടക്കണം. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ നിന്ന് എന്തെടുക്കണം? എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ സി എന്ന് പറയുന്ന പോയിന്റിൽ എന്താണ്? കണ്ടിന്യൂസ് ആണ്. അങ്ങനെയെങ്കിൽ എഫ് ഓഫ് സിയുടെ ഇവിടെ എടുത്തിരിക്കുന്ന ഡെൽറ്റ നൈബർഹുഡ് എന്ത് തന്നെയാണ്? എഫ് ഓഫ് സിയുടെ ഒരു നൈബർഹുഡ് തന്നെയാണ്. അപ്പം ആ ഡെൽറ്റ നൈബർഹുഡിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് എന്ത് നൈബർഹുഡ് ഇവിടെ കിട്ടണം? സിക്ക് ഒരു ഗാമ നൈബർഹുഡ് കിട്ടണം. ഇനി ആ ഗാമ നൈബർഹുഡ് ഇൻ്റർസെക്ഷൻ എയിലെ എല്ലാ എക്സുകളുടെ വാല്യൂസ് എവിടെ വരണം? ഈ ഡെൽറ്റ നൈബർഹുഡ് ഓഫ് ബിയിൽ വരണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ജി ഓഫ് ബിയുടെ ഏതൊരു എപ്സിലോൺ നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സിയിൽ ഒരു ഗാമ നൈബർഹുഡ് കിട്ടുന്നുണ്ട്. ഈ ഗാമ നൈബർഹുഡിൽ ഉള്ളിലുള്ള എല്ലാവരുടെയും ഫങ്ഷൻ വാല്യൂസ് എവിടേക്ക് വരുന്നുണ്ട്? ജി ഓഫ് ബി ഡി എപ്സിലോൺ നൈബർഹുഡിൽ ഉള്ളതായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് പറയാം? ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് സി എന്ന് പറയുന്ന പോയിന്റിൽ എന്താണ്? കണ്ടിന്യൂസ് ആണ്. ലാസ്റ്റ് തിയറം 5.2.7. Let A, B is a subset of R and let F from A to R be continuous on A and G from B to R be continuous on B. If F of A is a subset of B, then the composite function G composition F from A to R is continuous on A. നമ്മൾ നേരത്തെ പറഞ്ഞു എഫും ജിയും എഫ് സി എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണ്. ജി എന്ന് പറയുന്നത് ബി ഈക്വൽ ടു എഫ് ഓഫ് സി എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണ്. അങ്ങനെയെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് സി എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞു. ഇവിടെ സിക്ക് പകരം നമ്മൾ എഫിൻ്റെ ഡൊമൈൻ സെറ്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ജി എന്ന് പറയുന്നത് അതിൻ്റെ ഡൊമൈൻ സെറ്റായ ബിയിലും കണ്ടിന്യൂസ് ആണ്. ആൻഡ് എഫ് ഓഫ് എ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് ബി ആണ്. ദെൻ കോമ്പോസിറ്റ് ഫംഗ്ഷൻ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ഡൊമൈൻ സെറ്റിലും കണ്ടിന്യൂസ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതുവരെ എടുത്തത് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.